iSTEM, Indian Science, Technology and Engineering Facilities മാപ്പിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ എങ്ങനെ എക്വിപ്മെന്റ് സെർച്ച് ചെയ്യാം, എങ്ങനെ എക്വിപ്മെന്റ് സ്ലോട്ട് ബുക്ക് ചെയ്യാം എന്നതെല്ലാം ഘട്ടം ഘട്ടമായി നോക്കാം. റിസർച്ചേഴ്സിനും പബ്ലിക് യൂസേഴ്സിനും ലോഗിൻ ചെയ്യാതെ തന്നെ എക്വിപ്മെന്റ് സെർച്ച് ചെയ്യാൻ കഴിയും. പക്ഷേ സ്ലോട്ട് ബുക്ക് ചെയ്യാൻ ലോഗിൻ ആവശ്യമാണ്. എക്വിപ്മെന്റ് എങ്ങനെ തിരയാം? www.istem.gov.in സന്ദർശിക്കുക. പബ്ലിക് യൂസറായി ലോഗിൻ ചെയ്യുക. എക്വിപ്മെന്റ് സെർച്ച് ചെയ്യാൻ സെർച്ച് എക്വിപ്മെന്റ് ഫീൽഡിൽ എക്വിപ്മെന്റ് നെയിം അല്ലെങ്കിൽ AFM, XRD തുടങ്ങിയ അബ്രിവിയേഷൻ ടൈപ്പ് ചെയ്യുക. സെർച്ച് റിസൾട്ട് കൂടുതൽ കൃത്യമായി ലഭിക്കാൻ അഡ്വാൻസ് സെർച്ച് ഉപയോഗിക്കാവുന്നതാണ്. എക്വിപ്മെന്റ് സെർച്ച് റിസൾട്ട് ഇടതുവശത്ത് പ്രദർശിപ്പിക്കപ്പെടും. എക്വിപ്മെന്റ് സ്ലോട്ട് ബുക്ക് ചെയ്യുന്നതിന് സെർച്ച് റിസൾട്ടിൽ നിന്നും വേണ്ട എക്വിപ്മെന്റ് സെലക്ട് ചെയ്യുക. ഇക്വിപ്മെന്റ് ഡീറ്റെയിൽസ് പേജിൽ എക്വിപ്മെന്റിനെ സംബന്ധിച്ച വിവരങ്ങളും അതിന്റെ ഹെൽത്ത് സ്റ്റേറ്റസ് അപ്പ്/ഡൗണും കാണാം. ഗ്രീൻ ബാർ കാണുന്നുവെങ്കിൽ ഇക്വിപ്മെന്റ് അപ്പായും സ്ലോട്ട് റിസർവേഷന് ലഭ്യമായതുമാണ്. റെഡ് ബാർ കാണുന്നുവെങ്കിൽ ഇക്വിപ്മെന്റ് ഡൗൺ ആയും ബുക്കിംഗിന് ലഭ്യമല്ലാത്തതുമാണ്. വ്യൂ മോർ ക്ലിക്ക് ചെയ്യുക. ഇത് ഇക്വിപ്മെന്റ് ഇൻഫോ പേജിലേക്ക് കൊണ്ടുപോകും. നിങ്ങളുടെ അനാലിസിസ് ടൈപ്പ് പ്രകാരം യൂസേജ് റേറ്റ് തിരഞ്ഞെടുക്കുക. തുടർന്ന് എക്വിപ്മെന്റ് റിസർവേഷൻ ക്ലിക്ക് ചെയ്യുക. ബുക്കിംഗ് ടേംസ് ആൻഡ് കണ്ടീഷൻസ് വായിച്ച് അക്നോളജ്മെന്റ് ബോക്സ് ടിക്ക് ചെയ്ത് സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുക. എക്വിപ്മെന്റ് ഇൻഫർമേഷൻ ആൻഡ് കോൺടാക്ട് ഓപ്പറേറ്റർ വിഭാഗത്തിൽ ലഭ്യമെങ്കിൽ ഡൗൺലോഡ് CSRF ക്ലിക്ക് ചെയ്ത് കസ്റ്റമൈസ്ഡ് സർവീസ് റിക്വസ്റ്റ് ഫോം ഡൗൺലോഡ് ചെയ്യുക. അത് പൂരിപ്പിക്കുക. ഇത് പിന്നീടുള്ള ഘട്ടത്തിൽ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. ശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ബുക്കിംഗ് കാലണ്ടർ വിഭാഗത്തിൽ ലാബിന്റെ സമയക്രമം, ബുക്ക് ചെയ്തതും ലഭ്യവുമായ സമയങ്ങൾ, പെൻഡിംഗ് റിക്വസ്റ്റ്സ് എന്നിവ കാണുന്നതിനായി ഒരു തീയതി തിരഞ്ഞെടുക്കുക. എല്ലാം പരിശോധിച്ചതിന് ശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ബുക്കിംഗ് ഡീറ്റെയിൽസ് വിഭാഗത്തിൽ ആവശ്യമായ വിവരങ്ങൾ പൂരിപ്പിച്ച് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. സർവീസ്/ജോബ് റെക്വിസിഷൻ ഫോം വിഭാഗത്തിൽ ജോബ് അല്ലെങ്കിൽ പ്രോജക്റ്റ് ടൈറ്റിൽ എന്നിവയും ആവശ്യമായ വിവരങ്ങളും നൽകുക. പൂരിപ്പിച്ച CSRF ഫോമും ലഭ്യമെങ്കിൽ സപ്പോർട്ടിംഗ് റെഫറൻസ് ഡോക്യുമെന്റ്സും അപ്ലോഡ് ചെയ്യുക. കൺസ്യൂമബിൾ പോലുള്ള എക്സ്ട്രാ ഫെസിലിറ്റി ആവശ്യമുണ്ടെങ്കിൽ യെസ് തിരഞ്ഞെടുക്കുക. തുടർന്ന് ആക്സസറീസ്/കൺസ്യൂമബിൾസ് പ്രൊവൈഡഡ് ബൈ എന്ന ഡ്രോപ്പ് ഡൗണിൽ നിന്ന് ശരിയായ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. കസ്റ്റോഡിയൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ടേബിളിൽ നിന്ന് സാമ്പിൾ തിരഞ്ഞെടുക്കുകയും സബ്മിറ്റ് സാമ്പിൾസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുകയും ചെയ്യുക. കറന്റ് ബില്ലിംഗ് ഇൻഫർമേഷൻ ശ്രദ്ധാപൂർവ്വം നൽകുക. ഇത് പിന്നീട് മാറ്റാൻ സാധിക്കില്ല. തുടർന്ന് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇക്വിപ്മെന്റ് ആൻഡ് ബുക്കിംഗ് ഇൻഫർമേഷൻ വിഭാഗം പരിശോധിച്ച് ബുക്ക് നൗ ക്ലിക്ക് ചെയ്യുക. ഇക്വിപ്മെന്റ് ബുക്കിംഗ് റിക്വസ്റ്റ് സബ്മിറ്റ് ചെയ്താൽ ഒരു യുണീക്കായ 10 അക്ക ഫെസിലിറ്റി ബുക്കിംഗ് റെക്കോർഡ് FBR നമ്പർ സൃഷ്ടിക്കപ്പെടും. അതിന്റെ സ്റ്റേറ്റസ് പെൻഡിംഗ് ആയി സെറ്റ് ചെയ്തിരിക്കും. കൂടാതെ അസൈൻഡ് ഓപ്പറേറ്റർ ഉൾപ്പെടെ ബന്ധപ്പെട്ട കസ്റ്റോഡിയൻസിനും യൂസറിനും ഇമെയിൽ മുഖേന ഇത് അറിയിക്കപ്പെടും. യൂസറിന് ഈ വിവരങ്ങൾ അവരുടെ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് ടെക്സ്റ്റ് മെസ്സേജ് ആയും ലഭിക്കും. FBR ബുക്കിംഗ് റിക്വസ്റ്റുകളുടെ സ്റ്റേറ്റസ് ട്രാക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ്. ഇതിന്റെ സ്റ്റേറ്റസ് പെൻഡിംഗ്, സ്ലോട്ട് അലൊക്കേറ്റഡ്, എക്സിക്യൂട്ടഡ്, റിജക്റ്റഡ് അല്ലെങ്കിൽ ക്യാൻസൽഡ് ആയിരിക്കും. ഒരു FBR സൃഷ്ടിക്കപ്പെടുമ്പോഴും അതിന്റെ സ്റ്റേറ്റസ് മാറ്റപ്പെടുമ്പോഴും സിസ്റ്റം ബന്ധപ്പെട്ട കസ്റ്റോഡിയൻസിനും അസൈൻഡ് ഓപ്പറേറ്ററിനും യൂസറിനും സ്വയമേ ഇമെയിൽ നോട്ടിഫിക്കേഷൻ അയക്കും. ഇതുവഴി ബുക്കിംഗ് പ്രോഗ്രസ് സംബന്ധിച്ച വിവരങ്ങൾ എല്ലാവർക്കും സമയത്തിൽ ലഭ്യമാകുന്നു. പബ്ലിക് യൂസറിന് ഏത് FBR സ്റ്റാറ്റസിലും FBR വിശദാംശങ്ങളുടെ പേജിൽ ഓപ്പറേറ്ററിന്റെ വിവരങ്ങൾ, നെയിം, മൊബൈൽ നമ്പർ, ഇമെയിൽ ID കാണാൻ കഴിയും. താങ്ക് യു ഫോർ വാച്ചിങ്. iSTEM കുറിച്ചുള്ള കൂടുതൽ ട്യൂട്ടോറിയലുകൾക്കായി ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക.